സിനിമയിലും ജീവിതത്തിലും ചങ്കൂറ്റമുള്ളവൻ തന്നെയായിരുന്നു മലയാളത്തിന്റെ പ്രിയ നടൻ തിലകൻ. ആരെയും കൂസാതെയുള്ള ആ തുറന്നു പറച്ചിൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും സൃഷ്ടിച്ചിരുന്നു. മലയാളത്തിന്റെ മഹാനടൻ തിലകൻ അദ്ദേഹത്തിന്റെ നല്ല പ്രായത്തിൽ പട്ടാളത്തിലായിരുന്നുവെന്ന് ആർക്കെങ്കിലും അറിയുമോ? അക്കാലത്ത് കാശ്മീരിലെ അതിശൈത്യത്തിൽ പട്ടാളത്തിലായിരിക്കെ തിലകന്റെ കാലുകൾക്ക് ക്ഷതം സംഭവിക്കുകയും ഒരു കാൽ മുറിച്ചു കളയാൻ പട്ടാളത്തിലെ ഡോക്ടർമാർ വിധി എഴുതുകയും ചെയ്തിരുന്നു. 1950-60 കാലഘട്ടത്തിൽ പട്ടാള ആശുപത്രികളിൽ അത്രയ്ക്കുള്ള സൗകര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കാൽ പോകുന്നതിനും നല്ലത് ജീവൻ പോകുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ നിലപാട്. പക്ഷേ ഒരു സാധാ പട്ടാളക്കാരന്റെ എതിർപ്പിന് അവിടെ യാതൊരു പരിഗണനയും അദ്ദേഹത്തിന് ലഭിച്ചില്ല. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഒരു ദിവസം പട്ടാള ആശുപത്രി സന്ദർശിക്കാനിടയായി. പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ പാടില്ലെന്ന കർശന നിയന്ത്രണം എല്ലാ പട്ടാളക്കാർക്കും അന്ന് ലഭിച്ചിരുന്നു. എന്നാൽ തന്റെ കിടക്കെ കടന്നുപോയ നെഹ്റുവിനെ തിലകനെന്ന് കൈനീട്ടി തടഞ്ഞ് ഒരു സംഘടന ബോധിപ്പിക്കാറുണ്ടെന്ന് പറഞ്ഞു. അനുഭാവത്തോടെ തന്റെ കിടക്കയ്ക്കരികിലേക്ക് വന്ന പ്രധാനമന്ത്രിയോട് അദ്ദേഹം തന്റെ അവസ്ഥ പറഞ്ഞു. തന്റെ സമ്മതത്തോടെയല്ല കാൽ മുറിക്കുന്നതെന്നും തന്നെ വേറെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും അദ്ദേഹം നെഹ്റുവിനോട് അപേക്ഷിച്ചു. ചുറ്റും നിന്ന് കണ്ണുരുട്ടിയ മേലുദ്യോഗസ്ഥന്മാരുടെ ഭീഷണികൾ തീർത്തും അവഗണിച്ചുകൊണ്ടായിരുന്നു കെ സുരേന്ദ്രനാഥ തിലകൻ അന്ന് ആ പരാതി പറഞ്ഞത്. തിലകനെ കേട്ട് തിരിഞ്ഞുപോയ നെഹ്റു തന്റെ ഓഫീസിലെത്തിയിട്ട് ആദ്യം ചെയ്തത് അദ്ദേഹത്തെ വേറെ നല്ലൊരു ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഉത്തരവിടുകയായിരുന്നു. കൂടാതെ പട്ടാളക്കാരുടെയോ അവരുടെ അടുത്ത ബന്ധുക്കളുടെ അനുവാദമില്ലാതെ കാൽ മുറിക്കുന്നത് പോലുള്ള ചികിത്സകൾ മേലാൽ പാടില്ലെന്നും നെഹ്റു അന്ന് ഉത്തരവിട്ടു.